അവളെ കിട്ടിയില്ലെങ്കിൽ അവളമ്മ അതായിരിക്കണം നമ്മളെ റോള്. സൺഡേ കുളിച്ചിട്ടിട്ടുണ്ട്, കണ്ടോളൂ. രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്. ഇന്ന് രാത്രി 8 മണിക്കുള്ള ലൈവ് ഒരു ക്യാഷ് ലൈവാണ്. നൻപകളെ, ഈ ഒരു കോണ്ടന്റ് നിങ്ങളുടെ മുന്നിൽ കുറച്ച് ഫണ്ണായിട്ട് പ്രസന്റ് ചെയ്യണമെന്ന് ഞാൻ കുറെ ഇങ്ങനെ ആലോചിച്ചു. കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കോണ്ടന്റ് എടുത്തപ്പോഴാണ് എനിക്ക് എന്നെ സ്കൂളുകളിലും അല്ലെങ്കിൽ കോളേജുകളിലും പഠിപ്പിച്ച ടീച്ചർമാരോട് ഇത്രത്തോളം എനിക്ക് വലിയൊരു റെസ്പെക്ട് തോന്നിയത്. കാര്യം ഒരിക്കലും ആ ടീച്ചർമാർ ഇപ്പം നമ്മൾ ഈ എടുത്തേക്കുന്ന ഒരു കോണ്ടന്റ് എടുത്തേക്കുന്ന ഈ ഒരു ലേഡീനെ പോലെ അല്ല എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഒരിക്കലും ഒരു ടീച്ചർ എങ്ങനെ ആവാൻ പാടില്ല എന്നുള്ളതിന് വലിയൊരു ഉദാഹരണമായിട്ട് ഒരുപക്ഷെ ഈ ഒരു ടീച്ചറിനെ കാണേണ്ടതായിട്ട് നമുക്ക് വരും. കാര്യം എന്ന് വെച്ചാൽ മറുനാടൻ എക്സ്ക്ലൂസീവിൽ വന്നേക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു. അതായത് പിണറായിയുടെ നാട്ടിൽ സംഭവിച്ചത്. എന്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എഴുതി വെച്ചു, പച്ചത്തെറി, പൊട്ടിക്കരഞ്ഞു അധ്യാപിക എന്നും പറഞ്ഞു ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ നമ്മളിതെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു ടീച്ചറിന് ഒരു ടീച്ചറിന് സംഭവിച്ചിരിക്കുന്ന വലിയൊരു ദുരന്തം അല്ലെങ്കിൽ ഒരു ലൈംഗികാതിക്രമം അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ വിചാരിച്ചായിരിക്കും ഒരു വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഈ ടീച്ചർ എന്തായാലും ഇതുമായിട്ട് ഡിഫറന്റ് ആണ്. ഓക്കെ, എന്തായാലും ആ ടീച്ചർ സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം. എന്റെ മുഖം കാണിക്കുന്നതിനൊന്നും എനിക്ക് പ്രശ്നമില്ല. എന്താ എരയാണെങ്കിലും ഞാൻ പോരാടാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവർക്ക് പകരം മറ്റാരെങ്കിലുമാണ് ഈ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ റെസ്പെക്ട് ചെയ്തേനെ. എല്ലാവരും ഇത് മാതൃകയാക്കണമെന്ന് ഞാൻ പറഞ്ഞേനെ. കാര്യം മുഖം പോലും കാണിക്കാതെ ഒരു വിക്ടിമാണ് അല്ലെങ്കിൽ ഒരു ഇരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുഖം ബ്ലർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സമൂഹത്തിന്റെ മുന്നിലോട്ട് വരും എന്നുള്ള രീതിയിൽ എന്റെ മുഖമാണ് കാണേണ്ടത്. അവന്മാരല്ലേ പേടിച്ച് മുഖം പൊത്തേണ്ടത് എന്നുള്ള രീതിയിൽ ഒരാൾ പറയുമ്പോൾ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യും. അങ്ങനെയുള്ള കാര്യം മാതൃകയാക്കേണ്ടതാണ്. പക്ഷേ ഇവർ പറയുന്ന കാര്യത്തിന് എനിക്ക് ഒരു രീതിയിലും അങ്ങനെ കാണാൻ പറ്റത്തില്ല. കാര്യം ഇവരങ്ങനെയാണ്. ഈ ഒരു ടീച്ചർ എന്ന് പറയുന്നത് അങ്ങനെയാണ്. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാള് എന്റെ നഗ്ന വീഡിയോ ഉണ്ടെന്ന് എന്റെ ക്ലാസിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ട് അവനെ കോളേജ് പ്രൊട്ടക്ട് ചെയ്യുന്നു. അയാളെ പേര് അജിത്ത് എക്കെ എന്നാണ്. അവനെതിരെ ഒരു നടപടിയും 2 മാസമായിട്ട് എടുത്തില്ല. അധ്യാപകനാണ്. അങ്ങനെ ഒരു അധ്യാപകൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തേക്കുന്നത് ഈ പുള്ളിക്കാരി തന്നെയാണ്. ഞാൻ അതുകൂടെ ഇങ്ങോട്ട് വെക്കാം. ഇന്ന് രാത്രി 8 മണിക്കുള്ള ലൈവ് ഒരു ക്യാഷ് ലൈവാണ്. ക്യാഷ് ലൈവ് മനസ്സിലായോ? ക്യാഷ് ലൈവ് ടുഡേ 8 മണിക്ക് ക്യാഷ് ലൈവ്. വെൽക്കം ടു ഓൾ. 8 മണി. ഒരു ടീച്ചറാണ്. ഓക്കെ, ഇവരുടെ സ്വന്തം യൂട്യൂബ് ചാനൽ ഇവരിട്ടേക്കുന്ന ഒരു വീഡിയോ ആണ്. അതായത് 8 മണിക്ക് ക്യാഷ് ലൈവ്, അതായത് പൈസ കൊടുത്തുള്ള ലൈവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടേക്കുന്ന സാധനമാണ്. ഒരു ടീച്ചർ ഇട്ടേക്കുക. നിങ്ങൾ ആലോചിക്കും, ഒരു ടീച്ചർ ഇട്ടേക്കുക. ഞാൻ ഇത് അതിൻ്റെ ഇടയ്ക്ക് ഇവർ ഈ എക്സ്പ്രഷൻ ഒക്കെ കാണിക്കുന്നല്ലോ. ഞാൻ ഇതൊക്കെയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ഇച്ചിരി എന്താ പറയുക, കുറച്ച് ഫണ്ടൊക്കെ അടുപ്പിച്ച് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചതാണ്. പക്ഷേ ഇതിന്റെ ഒരു സീരിയസ്നെസ് നിങ്ങളൊന്ന് ആലോചിക്കും. നമ്മുടെ ടീച്ചർമാർ, നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ ഇതുപോലെ വന്നിട്ട് 8 മണിക്ക് ക്യാഷ് ലൈവ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വീഡിയോസ് ഒക്കെ ഇട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ പറയുന്നതൊക്കെ നമുക്ക് പിന്നീട് അനുസരിക്കാൻ തോന്നും. അപ്പം ഇങ്ങനെയുള്ള സാധനം കണ്ടതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാൾ അങ്ങനെ പറഞ്ഞോ ഇല്ലയോ നമുക്കറിയത്തില്ല. അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തേക്കുന്ന ഇതല്ലേ. ഈ ക്യാഷ് ലൈവ് സാധനങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ഇവിടെ കുറെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ഈ പറയുന്ന നിളാംബിയരെ പോലുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അവർ ഈ പറയുന്ന അതായത് ക്യാഷ് കൊടുത്തിട്ട് ഈ ലൈവിൽ വരിക, അല്ലെങ്കിൽ ലൈവിലാണെങ്കിൽ എക്സ്ക്ലൂസീവ് ലൈവ് വരിക, അങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ. അതുപോലത്തെ പരിപാടിയാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. കാര്യം മദ്യപിച്ചിട്ട് ഡ്യൂട്ടി സമയത്ത് ക്ലാസ്സിൽ വരും. അപ്പൊ ഞാൻ വരാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് അയാളെ വൈരാഗ്യം. അപ്പൊ ഇയാൾ എന്നെ ഇൻസ്ട്രുമെന്റ് എടുത്ത് എറിയലും കോളേജിൽ നിന്ന് ചോദിച്ച് എന്നെ മെന്റലി ഹരാസ്മെന്റ് ചെയ്ത് ഞാൻ ഡിസംബർ 12-ന് പരാതി കൊടുക്കുന്നത് ഈ നിമിഷം വരെ ഒന്നും ആയില്ല. എനിക്ക് തോന്നുന്നു ഇവർ ഈ പറയുന്ന പരാതി അല്ലെങ്കിൽ ഈ കൊടുത്തേക്കുന്ന പരാതി സത്യമാണെന്ന് എന്താണ് ഉറപ്പ്? ഇവരിങ്ങനെ ഇവർ അത്രയും ദൂരത്തുനിന്ന്, കണ്ണൂരാണ് ഇവരുടെ സ്ഥലം, അവിടുന്ന് തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോയിട്ടാണ് ഇവരിപ്പോൾ ഈ രീതിയിൽ നിൽക്കുന്നത്. അപ്പം ഇത്രയും ദൂരത്ത് വന്ന് നിൽക്കുമ്പോഴാണെങ്കിൽ അല്ലെങ്കിൽ കംപ്ലൈന്റ് ഇവർ കൊടുത്തെന്ന് പറയുമ്പോഴാണെങ്കിൽ പോലും ഇതിലെങ്ങനെയാണ് വിശ്വാസയോഗ്യമാവുക? ഓക്കെ, ആൻഡ് ഇവർ പറയുന്ന അല്ലെങ്കിൽ ഇവരെ വീഡിയോസിനകത്തോട് അല്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇവർ ഇത്രയും വീഡിയോസ് ഇടുന്നു. പിന്നീടാണെങ്കിൽ ഇവരുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ച് മറ്റൊരാളെ ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നത് എന്തുപോലും നമുക്ക് പറയാൻ പറ്റില്ല. ഇവർ പറഞ്ഞ സത്യമാണോ അല്ലയോ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? എനിക്ക് അച്ഛനില്ല, ആങ്ങളമാരില്ല, ഭർത്താവില്ല, ആരുമില്ല. എന്റെ മക്കൾ ദൂരം പഠിക്കുന്നു. ഇവരുടെ യൂട്യൂബിലെ വീഡിയോസ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന കാര്യമാണ്, ഇവർക്ക് വീട്ടിൽ ഈ പറയുന്ന മക്കള് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത്. ഓക്കെ, അച്ഛനും ഹസ്ബൻഡും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ഒരമ്മയുണ്ട്, വയ്യാത്തൊരു അമ്മയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം മക്കളുടെ കാര്യത്തിൽ ഇപ്പം മക്കൾ കുറച്ച് ദൂരെയാണെന്ന് പറയുന്നുണ്ട്. എടീ, ആ മക്കൾ ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെയാണ് അവരുടെ മാനസികാവസ്ഥ എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. അയാൾ എഴുതിയത് എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ ഈ 30 വർഷം ഒറ്റയ്ക്ക് ജീവിച്ചപ്പോൾ പല പകൽമാന്യന്മാരും കാണൂ, വരുവോ, തരുവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബന്ധുക്കളായിക്കോട്ടെ, നേതാക്കന്മാരായിക്കോട്ടെ, നാട്ടുകാരായിക്കോട്ടെ. അത് മരിക്കുന്നതിന് മുന്നേ തുറന്ന് പറയാൻ വേണ്ടി തന്നെ തുടങ്ങിയ ചാനലാണ്. അതിൽ പിന്നോട്ടില്ല. അതാണ് ഇവരെ ചൊടിപ്പിച്ചത്. ഇവരെ ചൊടിപ്പിച്ചതിന്റെ കാര്യമാണ് പുള്ളിക്കാരി ഈ പറയുന്നത്. ഓക്കെ, അപ്പം ആരെയൊക്കെയോ കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ആരൊക്കെയോ ഇപ്പോൾ ഇതിന്റെ പിന്നാമ്പുറത്തൊക്കെ ഇങ്ങനെ വരാനുണ്ടല്ലേ. അപ്പോഴും നിങ്ങൾ ആലോചിക്കും, ഇവരെ ചൊടിപ്പിക്കാൻ കാരണമായിട്ടുള്ള ഇവരുടെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഞാൻ ഇങ്ങോട്ട്, ഇവരെ ചൊടിപ്പിച്ചേക്കുന്ന ഒരു വീഡിയോ.
ഇതിട്ട് പോയാൽ കൊറേ ഉദ്ഘാടനം കിട്ടുമ്പോൾ ആ മോശത്തിനെ കാണണ്ട അടുത്ത കൊച്ചിയിലേക്ക് എനിക്ക് പറഞ്ഞായിരിക്കും. എന്നാലും എന്റെ മോശേ എടേ അത്യാവശ്യം പ്രായമായവരെയൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ മുതുക്കൂത്തെന്നല്ലാതെ എനിക്ക് വേറൊന്നും ഇതിനെ വിളിക്കാൻ പറ്റത്തില്ല. ഒരു ടീച്ചറാണ് വന്ന് കാണിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, എൻ്റെ സ്കൂളുകളിലാണെങ്കിൽ എൻ്റെ കോളേജിലാണെങ്കിൽ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. അതായത് സ്വന്തം ശരീരം എക്സ്പോസ് ചെയ്തിട്ട് ലൈക്ക് ഈ പറയുന്ന സെൽഫ് പോർട്രേറ്റ് ചെയ്യുക, അങ്ങനെ അതൊരു ആർട്ടായിട്ട് കാണുന്ന ചില ആൾക്കാരുണ്ട്. അത് എല്ലാവർക്കും കണക്ട് ആവണമെന്നില്ല. സോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടീച്ചർ ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിലുണ്ടായിരുന്നു. പക്ഷെ ആ ടീച്ചറുടെ അടുത്ത് ഞങ്ങൾക്കാണെങ്കിൽ തോന്നിയിട്ടുള്ളത് റെസ്പെക്ട് മാത്രമാണ്. ഓക്കെ, ആ ഒരു ടീച്ചർ ഞങ്ങളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്ന രീതി, അല്ലെങ്കിൽ ആ ടീച്ചറിനാണെങ്കിൽ സെൽഫ് പോർട്രേറ്റ് എന്ന് പറയുന്നത് വേറൊരു സാധനം, അതൊരു ആർട്ടാണ്. പക്ഷെ ഇവർ ഈ വന്ന് കാണിക്കുന്ന ഇതിനെ മുതുക്കൂത്തെന്നല്ല, എനിക്ക് വേറെ ഒന്നും വിളിക്കാൻ പറ്റൂല. ക്ലാസ്സിൽ വരുമ്പം ഞാൻ പറ്റൂല, പ്രായമായ പെൺകുട്ടികൾ എഞ്ചിനീയറിംഗ് കോളേജാണ്, പ്രായമായ കുട്ടികൾ വരുന്ന സ്ഥലമാണ്, എൻ്റെ കസ്റ്റോഡിയൻഷിപ്പിലെ ലാബാണ്, ഇവിടെ പറ്റൂല. ഞാൻ സൗഹാർദ്ദത്തെ പറഞ്ഞു നോക്കി, ഇല്ല. പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇയാൾ കേൾക്കാണ്ടായി. മേലധികാരികളൊന്നും ഞാൻ പറയുന്നത് എടുക്കുന്നില്ല, ഞാൻ എഴുതി കൊടുത്തിട്ട് എടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് HOD അടുത്ത് 3 പ്രാവശ്യം പറയുമ്പോൾ എപ്പോഴും അവർ തിരക്കാന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. ഇവർ ഈ പറയുന്ന കാര്യത്തിൽ ശരിയോ തെറ്റോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. കാര്യം ഇവർ ഉള്ളതാണോ പറയുന്നത് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആൻഡ് ഇവർ പറയുന്ന സത്യമാണെന്നുണ്ടെങ്കിൽ ബാക്കി പറഞ്ഞേക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ യൂട്യൂബ് ചാനൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. ബട്ട് ഇതിന്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾ ആലോചിക്കുക. കാര്യം മദ്യപിച്ചൊരു സാറ് ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കാൻ വരിക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ആ അത്തരം പെൺകുട്ടികൾ അവിടെ ഇരിക്കുമ്പോൾ അവർ ഏത് രീതിയിലായിരിക്കും കാണുക, അല്ലെങ്കിൽ പിന്നീട് ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ് ഏത് രീതിയിലേക്കൊക്കെ പോകാം എന്നൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കാര്യം ഇന്ന് നമ്മുടെ നാട്ടിൽ 2025 തുടങ്ങിയതിന് ശേഷം കേൾക്കുന്ന വാർത്തകൾ ഭയങ്കര വിചിത്രമായിട്ടുള്ള സാധനങ്ങൾ. ഇപ്പം പുള്ളിക്കാരി ഈ പറയുന്ന സാധനത്തെ നമുക്ക് ഒരു രീതിയിൽ നമ്പാൻ പറ്റൂല. അങ്ങനെ ഒരാളാണ്, അങ്ങനെ ഒരു ലേഡിയാണ് ഈ പുള്ളിക്കാരി. ഒരിക്കലും ഒരു രീതിയിൽ നമ്പാൻ പറ്റൂല. പക്ഷേ ഈ പറയുന്നത് സപ്പോസ് സത്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും സംഭവം നടന്നിട്ട് ഞാൻ 2 മാസമായിട്ട് പല ചാനലുകാരെ വിളിക്കുന്നുണ്ട്, സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്നുണ്ട്. ഞാൻ 164 കൊടുത്തു, CCTV എവിഡൻസ് നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട്. ഇത്രയായിട്ട് ഒരു മെയിൻ ചാനലുകാരോ ആരും ഞാൻ വിളിച്ചിട്ട് മൈൻഡ് ചെയ്തില്ല. അപ്പൊ പുള്ളിക്കാരിക്ക് വേണ്ടുന്നത് പബ്ലിസിറ്റിയാണ്. ഓക്കെ, കോളേജിൽ പോയിട്ട് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ പുള്ളിക്കാരിക്ക് നീതി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നേരെ എന്താണ് ചെയ്യേണ്ടത്? നേരെ മീഡിയാസിനെ വിളിച്ചിട്ടാണെങ്കിൽ എല്ലാവരും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് ചെയ്യാണോ ചെയ്യേണ്ടത്? അതായത് ഇൻസ്ട്രുമെന്റ് കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു, ഇത്തരം അല്ലെങ്കിൽ മദ്യപിച്ചാണ് വരുന്നത്, ഇത്തരം സാധനങ്ങൾ വരുമ്പോഴത്തേക്കിന് മീഡിയാസ് ആണോ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ നടപ്പാക്കുന്നത്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കല്ലേ. നിങ്ങൾ കോളേജിൽ നിങ്ങളുടെ ഹയർ പോസ്റ്റിലുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടല്ലേ നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ പുള്ളിക്കാരിക്ക് ഇവിടെ വേണ്ടത് ഒരു മീഡിയ സ്റ്റണ്ട് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയാണ് പുള്ളിക്കാരി ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുക. കാര്യം മീഡിയാസ് പത്രക്കാരെ എല്ലാം വിളിച്ചിട്ട് ഒരു ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. എന്നെ 78 വയസ്സായി അമ്മേനെയും ചാടി 140 കിലോമീറ്റർ വൺ സൈഡ് വരുന്ന ദിക്കിൽ എന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കാനുണ്ടായ കാരണം എനിക്കറിയണം. ഈ കാരണം എന്താണെന്ന് അറിയാനെ കൊണ്ട് ഞാൻ ഇവരുടെ ചാനലിലെ ബാക്കി വീഡിയോസ് എടുത്ത് നോക്കി. ആ 2-3 വീഡിയോസും കൂടെ ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇന്നാള് ഇന്ന പോലെ ജീവിച്ചോളാന്ന് എവിടെയെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇതല്ലെങ്കിൽ വേറെ, അതല്ലെങ്കിൽ വേറെ, അതല്ലെങ്കിൽ വേറെ അല്ലേ? അവളല്ലെങ്കിൽ അവളമ്മ അല്ലേ? അവളെ കിട്ടിയില്ലെങ്കിൽ അവളമ്മ. അതായിരിക്കണം നമ്മളെ പോളിസി. വൈകുന്നേരം ലൈവില് കാണാം. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങളുണ്ടാകുമ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. നമുക്ക് ചാനൽ വെച്ച് മുന്നോട്ട്. ഈ പച്ച അപരാധം വിളിച്ച് പറയുന്ന ഇവരെ എങ്ങനെയാണ് ഒരു ടീച്ചർ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്? ഇപ്പം കുട്ടികളുടെ അടുത്ത്, ഇപ്പം അവിടുത്തെ ആണെങ്കിൽ ഇവിടുത്തെ ഹയർ പോസ്റ്റിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളിനോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ടീച്ചർ വന്നിട്ട് കുട്ടികൾക്ക് ഈ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കുട്ടികളുടെ ഷെയർ ചെയ്യുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവരെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിക്കൂടെ? അതിന് പ്രത്യേകിച്ച് കാരണം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, കുട്ടികൾ ഏത് രീതിയിൽ പോകും? ഇങ്ങനെ ഒരു ടീച്ചറാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾ ഏത് രീതിയിലായിരിക്കും പോവുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സൺഡേ കുളിച്ചേനിട്ടിട്ടുണ്ട്, കണ്ടോളൂ. രാത്രി 8 മണിക്ക് ലൈവ് ഉണ്ട്. കുളിച്ചേനിട്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കും. എല്ലാ ടെറസൊന്നും എല്ലാ ആൾക്കാർ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കണ്ടോളൂ. കണ്ട് ബോധിച്ചിട്ടുണ്ട്. പുള്ളിക്കാരുടെ വിചാരം പുള്ളിക്കാരി ഭയങ്കര സെക്സി ആയിട്ടുള്ള ഏതൊരു ആളാണെന്നാണ് വിചാരം. ഓക്കെ, ഇത് കാണാനെ കൊണ്ട് കുറെ ആൾക്കാരുണ്ട്. ലൈവ് ഇവരുടെ കാണാനൊക്കെ കുറെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. എനിക്ക് അവരുടെയാണ് മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റാത്തത്. ഓക്കെ, ആൻഡ് ഇങ്ങനെയുള്ളൊരു ലേഡി ഒരു ടീച്ചറായിട്ട് ഒരു കോളേജിൽ അല്ലെങ്കിൽ ഏത് സ്ഥലത്തോ ആയിക്കോട്ടെ പഠിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മുടെ ടീച്ചർമാർ, നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുള്ള ഒരുപാട് നല്ല ടീച്ചേഴ്സിന്റെ മുഖങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഈ ടീച്ചേഴ്സൊക്കെ ഇതേപോലുള്ള വർത്തമാനങ്ങളും അല്ലെങ്കിൽ ഇതേപോലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കുളിസിനൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ആ വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു വീഴും. ഒരിക്കലും അങ്ങനെ നമ്മുടെ ടീച്ചർമാർ നമ്മളോട് ചെയ്തിട്ടില്ല. കാര്യം അത്ര റെസ്പെക്ട് നമുക്ക് അവിടുത്തെ. എന്നെ പഠിപ്പിച്ച ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാര്യം എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചർമാരും ഭയങ്കര അടിപൊളിയായിരുന്നു.
സീരിയസ്ലി ഞാൻ പറയാണ്. ഓക്കെ, നമുക്ക് ഇപ്പോഴും ഓർക്കുമ്പോഴത്തേക്കും അത്രത്തോളം റെസ്പെക്ട് തോന്നുന്നതാണ്. പക്ഷെ ഇവരെയൊക്കെ ഒരു ടീച്ചറായിട്ട് അല്ലെങ്കിൽ ഇവർ പഠിപ്പിച്ചിറങ്ങുന്ന ഒരു കുട്ടിയാണെങ്കിൽ നാളെ ഇവരെങ്ങനെയാണ് ഒരു റെസ്പെക്റ്റോട് കൂടി കാണാൻ പറ്റുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ എന്നെ കൊന്നു കെട്ടിത്തൂക്കോ, ഞാൻ ആത്മഹത്യ ചെയ്യോ, അല്ല എന്നെ ഉപദ്രവിക്കോന്നില്ല, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ട് പൊരുതന്നെയാണ്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും വാങ്ങുമോ, ആരെങ്കിലും കൂടെ പോയി കിടക്കുമോ, അല്ലെങ്കിൽ അനധികൃതമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വിഷയം അവിടെ വെച്ച് തീർക്കും. അല്ലാതെ എന്തിനാ എന്നെ ഓഫീസുകാർ ശല്യം ചെയ്യുന്നത്? ഓഫീസുകാർ ശല്യം ചെയ്യുന്ന കുറെ ആൾക്കാർ ഇവരെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേറൊരു വീഡിയോ കൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഹായ്, ഗുഡ് മോർണിംഗ്. എപ്പോഴും പുറത്തുനിന്നല്ലേ വീഡിയോ, ഇന്ന് പോവാൻ ഒരുങ്ങുന്ന വീഡിയോ ആണ്. ഗെറ്റ് റെഡി വിത്ത് മീ പല ആൾക്കാരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിനെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എന്നെ എന്തിനാ ദ്രോഹിക്കുന്നത്? എനിക്ക് 2 മക്കളുണ്ട്. അവരെ മുന്നിൽ എനിക്ക് ജീവിക്കണ്ട? എനിക്ക് നാണുമാനില്ല? അത് തന്നെ എല്ലാവരും നിരന്തരം നിങ്ങളുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് നാണമാനൊന്നുമില്ലേ ഈ കടന്ന കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതിന്? എന്റെ അഭിമാനത്തിന് ക്ഷതമൊന്നുമില്ല. സെലിബ്രിറ്റീസിനെ മാത്രമേ മുഖ്യമന്ത്രി പ്രൊട്ടക്ട് ചെയ്യൂ? അല്ല, സെലിബ്രിറ്റി ആവാനുള്ള ഒരു ശ്രമമാണോ ഇത്? മറ്റേ ഹണി റോസിന്റെ കൂട്ടാണെങ്കിൽ ഈ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലിപ്സിംഗ് ഒക്കെ വെച്ച് ചെയ്തേക്കുന്ന വീഡിയോസ് ഉണ്ട്. പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നു. അല്ല, സെലിബ്രിറ്റി ആവാനുള്ള ശ്രമത്തിന്റെ പേരിലാണ്. കാര്യം മീഡിയാസിനെ വിളിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ പോലും പോവാതെ, ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോലും പോവാതെ നേരെ മീഡിയാസിനെ വിളിക്കുന്നു. മീഡിയാസ് എന്റെ വീഡിയോ, എന്റെ മുഖം ബ്ലർ ചെയ്യല്ലെന്ന് പറയുന്നു. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി കാണിച്ചു കൂട്ടുന്ന പരിപാടികളല്ലേ ഇതൊക്കെ? നമ്മളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭർത്താവില്ലാതെ എങ്ങനെ ജീവിക്കുന്നത്, വരുമോ തരുമോ കാണുമോ എന്നൊക്കെ ചോദിച്ച മാന്യന്മാരൊക്കെ ഉണ്ട്. ഞാൻ അതെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടും ജോലി എന്ന് വിചാരിച്ചിട്ട് ക്ഷമിച്ചു. ഇത് എഴുതിയിട്ടപ്പോഴാണ് പ്രതികരിച്ചത്. ഇതെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ട് ക്ഷമിച്ചതാണ്. അപ്പം എഴുതിയിട്ടപ്പോഴാണ് ഇവർ പ്രതികരിച്ചത്. ഓക്കെ, മക്കൾക്ക് വേണ്ടിയിട്ട് ക്ഷമിച്ച ഒരു വ്യക്തിയാണ് പിന്നീട് യൂട്യൂബ് ചാനലിൽ പോയിട്ട് അങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ നടക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പം ഇതിനെ പറ്റി സംസാരിക്കുന്നു. ഓക്കെ, അത് അവരുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇവർ തുണി അഴിച്ച് ജീവിക്കണോ തുണി ഇട്ട് ജീവിക്കണോ എന്നൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിലൊന്നും നമുക്ക് ഇടപെടാൻ അധികാരമില്ല, ഒന്നും നമുക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഒരു ടീച്ചർ എന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്ന ടൈമിൽ ഇവർക്ക് ഒരു രീതിയിലും, അല്ലെങ്കിൽ എനിക്ക് ഒരു രീതിയിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നിന്നിട്ട് ഈ കോപ്രായങ്ങൾ കാണിച്ചിട്ട് പിന്നീട് ഈ വന്നിട്ട് ഇവരുടെ ഇത്രയും ദൂരത്തോട്ട് ട്രാൻസ്ഫർ മാറ്റിയെന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞത്. മുഖ്യമന്ത്രിയെ കാണാൻ അവിടെ പോയി പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇവരെ ടീച്ചറെന്ന് എനിക്ക് ഒരു രീതിയിലും വിളിക്കാൻ പറ്റുന്നില്ല. സീരിയസ്ലി, എനിക്ക് എന്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.